പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം എടുക്കാം. 3ാമത്തെ പാഠത്തിൻ്റെ പേര് അജീബുൻ എന്നാണ്. വായിച്ചു നോക്കൂ. അജീബുൻ. അജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരം എന്നാണ്. വണ്ടർഫുൾ എന്ന് കേട്ടിട്ടില്ലേ? അതിനാണ് അറബിയിൽ അജീബ് എന്ന് പറയുന്നത്. അത്ഭുതകരമായ എന്തോ ഇവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാഠത്തിന് അജീബ് എന്ന് പേര് കൊടുത്തത്. എന്താണ് കണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ജറാദും ഫറാശത്തും കൂടെ പറന്ന് നടക്കുകയാണ്. അവരിങ്ങനെ പല ഭാഗത്തേക്കും പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫറാശത്ത് ആദ്യമായിട്ടാണ് കാഴ്ചകളൊക്കെ കാണുന്നത്. ഇത്ര നാളും ഒരു പുഴുവായിട്ട് കൂട്ടിനകത്ത് കിടക്കുകയായിരുന്നല്ലോ. അങ്ങനെ പുറത്ത് വന്നപ്പോൾ കൂട്ടുകാരനായ ജറാദിൻ്റെ കൂടെ നാടൊക്കെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. അങ്ങനെ ഇവർ പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജറാദിൻ്റെ കൂട്ടുകാരനായ ഉസ്ഫൂർ ആ വഴി വരുന്നത്. ഇതാണ് ഉസ്ഫൂർ. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുവി. കുരുവിയും നമ്മുടെ ജറാദും കൂട്ടുകാരാണ്. അങ്ങനെ കുരുവി ഇവരെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞു. എന്താണ് സ്വബാഹുൽ ഖൈർ? ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഒരാളെ കണ്ടാൽ ഗുഡ് മോർണിംഗ് എന്നാണ് പറയുക, അല്ലേ? ആ ഗുഡ് മോർണിംഗിന് അറബിയിൽ പറയുന്നതാണ് സ്വബാഹുൽ ഖൈർ. അപ്പോൾ ഉസ്ഫൂർ പറന്നു പോകുമ്പോൾ കൂട്ടുകാരനായ ജറാദിനെ കണ്ടപ്പോൾ, ജറാദിനെയും ജറാദിൻ്റെ കൂടെ ഫറാശത്തുമുണ്ട്, ഇവരെ കണ്ടപ്പോൾ ഉസ്ഫൂർ എന്ത് പറഞ്ഞു? സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, നമ്മളോട് ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തിരിച്ചും ഗുഡ് മോർണിംഗ് പറയും, അല്ലേ? അതേപോലെ അറബിയിൽ നമ്മളോട് ആരെങ്കിലും സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് പറയണം? സ്വബാഹുന്നൂർ എന്ന് പറയണം. ഓക്കെ? നമ്മളോട് ആരെങ്കിലും സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ തിരിച്ച് സ്വബാഹുന്നൂർ എന്നാണ് നമ്മൾ പറയുക. ഇവിടെ ഉസ്ഫൂർ ഇവരോട് സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരനായ ഉസ്ഫൂറിൻ്റെ കൂട്ടുകാരനായ ജറാദ് എന്ത് പറഞ്ഞു? തിരിച്ച് ഉസ്ഫൂറിനോട് സ്വബാഹുന്നൂർ എന്ന് പറഞ്ഞു. ഓക്കെ? ഇനി ഉസ്ഫൂർ ജറാദിൻ്റെ കൂടെ ഒരാളെ കാണുന്നുണ്ട്. അയാളെ ഉസ്ഫൂറിന് അറിയാമോ? അറിയില്ല. അപ്പോൾ ഉസ്ഫൂർ ജറാദിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മൻ മഅക, നിന്റെ കൂടെ ആരാണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ ചങ്ങാതിയെ. ഇതാരാണ് നിന്റെ കൂടെ ഉള്ളത് എന്ന് ഉസ്ഫൂർ ജറാദിനോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? മൻ മഅക, നിന്റെ കൂടെ ആരാണുള്ളത്? മൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ മൻ? ആര്. ആര് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് മൻ എന്ന് ഉപയോഗിക്കുന്നത്. മൻ, ആരാണ്? മഅക, നിന്റെ കൂടെ ഉള്ളത്. മഅ എന്ന് പറഞ്ഞാൽ കൂടെ. ക എന്ന് പറഞ്ഞാലോ നിന്റെ. മഅക, നിന്റെ കൂടെ. മൻ, ആര്. മഅക, നിന്റെ കൂടെ. മൻ മഅക, നിന്റെ കൂടെ ആരാണ് ഉള്ളത് എന്നാണ് ആര് ചോദിക്കുന്നത്? ഉസ്ഫൂർ ചോദിക്കുന്നത്. ആരോട് ചോദിച്ചത്? ജറാദിനോട്. അപ്പോൾ ജറാദ് ഉത്തരം പറയുന്നത് സ്വദീഖത്തി എന്നാണ്. സ്വദീഖത്തി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കൂട്ടുകാരി. ഓക്കെ? സ്വദീഖത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. സ്വദീഖത്തി എന്ന് പറഞ്ഞാലോ എൻ്റെ കൂട്ടുകാരി. സ്വദീഖത്ത് കൂട്ടുകാരി, സ്വദീഖത്തി എൻ്റെ കൂട്ടുകാരി. അപ്പോൾ ജറാദ് എന്ത് മറുപടി കൊടുത്തു? ഇതെൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ കൂടെയുള്ളത് എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഫറാശത്ത് ഉസ്ഫൂറിനോട് പറഞ്ഞു. എന്താ പറയുന്നത്? അന ഫറാശ, അന ഫറാശത്തുൻ, ഞാൻ പൂമ്പാറ്റയാണ്. വ അന്ത, നീയോ? ഫറാശത്തിന് ഉസ്ഫൂറിനെ അറിയില്ലല്ലോ. അപ്പോൾ ചോദിക്കുകയാണ്, വ അന്ത, നീയോ? നീയോ എന്ന് ചോദിക്കാൻ വ അന്ത എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ? അന എന്നാൽ ഞാൻ, ഫറാശത്തുൻ ഫറാശത്ത്. അന ഫറാശത്തുൻ, ഞാനൊരു ഫറാശത്താണ്, ഞാനൊരു പൂമ്പാറ്റയാണ്. വ അൻത, നീയോ? അതായത്
നീ ആരാണ് എന്ന് ഫറാസത്ത് ഉസ്ഫൂറിനോട് ചോദിച്ചു. അപ്പോൾ ഉസ്ഫൂർ എന്താണ് ഉത്തരം പറയുന്നത്? അന ഉസ്ഫൂർ, ഞാനൊരു ഉസ്ഫൂറാണ്, ഞാനൊരു കുരുവിയാണ്. ഓക്കെ, അന ഞാൻ, ഉസ്ഫൂറുൻ ഒരു കുരുവിയാണ്, അന ഉസ്ഫൂറുൻ ഞാനൊരു കുരുവിയാണ് എന്ന് ഉസ്ഫൂർ മറുപടി കൊടുത്തു. അങ്ങനെ ഇവർ 3 പേരും ഇപ്പോൾ കൂട്ടുകാരായി. ആദ്യം ഫറാസത്തും ജറാദും മാത്രമായിരുന്നു കൂട്ടുകാർ. അതേപോലെ തന്നെ ജറാദിൻ്റെ കൂട്ടുകാരനാണ് ആര്? ഉസ്ഫൂർ. ഇപ്പോൾ ഇവർ 3 പേരും കൂടെ കൂട്ടുകാരായി. എന്നിട്ട് ജറാദ് ഉസ്ഫൂറിനോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ജറാദിൻ്റെ കൂട്ടുകാരനാണല്ലോ ഉസ്ഫൂർ. അപ്പോൾ കൂട്ടുകാരനെ വീണ്ടും കണ്ടുമുട്ടിയാൽ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കും. എന്താണ് ചോദിക്കുക? കൈഫ ഹാലുക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹൗ ആർ യു അല്ലേ? കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഉസ്ഫൂർ മറുപടി പറയുന്നു, സൈൻ അൽഹംദുലില്ലാ, സുഖം തന്നെ. നമ്മളോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മൾ സുഖം തന്നെ എന്ന് പറയും അല്ലേ? ഫൈൻ എന്ന് പറയും, ഐ എം ഫൈൻ. അതിന് അറബിയിൽ എന്താണ് പറയുക? സൈൻ അൽഹംദുലില്ലാ, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ജറാദ് കൈഫ ഹാലുക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഉസ്ഫൂർ സൈൻ അൽഹംദുലില്ലാ എന്ന് മറുപടി പറയുന്നു, എനിക്ക് സുഖം തന്നെ എന്ന് മറുപടി പറയുന്നു. അപ്പോൾ ഫറാസത്ത് ചോദിച്ചു, ഇല ഐന, നീ എവിടേക്കാണ് പോകുന്നത്? ഇല ഐന, ഐന എന്നാൽ എവിടെ, ഇല എന്നാൽ ലേക്ക് അല്ലേ? ഇല ഐന എവിടേക്ക്, എവിടേക്കാണ് നീ പോകുന്നത് എന്നാണ് ഫറാസത്ത് ഉസ്ഫൂറിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഉസ്ഫൂർ എന്താ മറുപടി പറയുന്നത്? ഇലൽ ബുസ്താൻ, പൂന്തോട്ടത്തിലേക്ക്. ബുസ്താൻ എന്നാൽ പൂന്തോട്ടം, ഇലൽ ബുസ്താൻ പൂന്തോട്ടത്തിലേക്ക്. ഫറാസത്ത് ഇല ഐന എവിടേക്കാണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്ഫൂർ ഇലൽ ബുസ്താനി പൂന്തോട്ടത്തിലേക്ക് എന്ന് മറുപടി പറയുന്നു. അത് കേട്ടപ്പോൾ ജറാദ് ഇലൽ ബുസ്താൻ പൂന്തോട്ടത്തിലേക്കോ? അങ്ങനെയാണെങ്കിൽ നദ്ഹബു മഅൻ, നമുക്ക് ഒരുമിച്ച് പോകാം, ഞങ്ങൾക്കും പൂന്തോട്ടത്തിലേക്ക് പോകണം, ഞങ്ങൾക്കും പൂന്തോട്ടം ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം പൂന്തോട്ടത്തിലേക്ക് എന്നാര് പറഞ്ഞു? ജറാദ് പറഞ്ഞു. ഇലൽ ബുസ്താൻ, ഇവിടെ ഒരു ചോദ്യചിഹ്നം കാണല്ലേ? ഇവിടെ ഇലൽ ബുസ്താൻ എന്ന് പറഞ്ഞപ്പോൾ ചോദ്യചിഹ്നമുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇവിടെ കുരുവി പറയുന്നത് ഞാൻ പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ ചോദ്യമല്ല, അതുകൊണ്ട് ചോദ്യചിഹ്നമില്ല. ഇവിടെയോ ഇലൽ ബുസ്താൻ പൂന്തോട്ടത്തിലേക്കോ എന്ന് ജറാദ് ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ ചോദ്യചിഹ്നം ഇട്ടത്. ഇലൽ ബുസ്താൻ പൂന്തോട്ടത്തിലേക്കോ? നദ്ഹബു മഅൻ, നമുക്ക് ഒരുമിച്ച് പോകാം. നദ്ഹബു എന്നാൽ നമുക്ക് പോകാം, മഅൻ ഒരുമിച്ച്. നദ്ഹബു മഅൻ, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഇവർ ഒരുമിച്ച് പൂന്തോട്ടത്തിലേക്ക് പോയി. ഇനി ഇവിടെ കുറേ സെൻറ്റൻസുകൾ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നസ്ലു വനക്തുബു, ഇവ നമ്മൾ ചേർത്തെഴുതണം. ഈ ഭാഗത്ത് കുറേ സെൻറ്റൻസുകളുണ്ട്, ഇവിടെയും കുറേ സെൻറ്റൻസുകളുണ്ട്. ഈ ഭാഗത്തുള്ള സെൻറ്റൻസുകളോട് ചേരുന്ന സെൻറ്റൻസുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യണം, അതായത് ചേരുമ്പടി ചേർക്കണം. ഇവിടെയുള്ള സെൻറ്റൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, പിന്നീട് ഇവിടെയുള്ളതും വായിച്ചു നോക്കാം. എന്നിട്ട് ഈ സെൻറ്റൻസുകളോട് ചേരുന്ന സെൻറ്റൻസുകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തത് സബാഹുൽ ഖൈർ. എന്താണ് സബാഹുൽ ഖൈർ? ഗുഡ് മോർണിംഗ് അല്ലേ? അടുത്ത സെൻറ്റൻസ് അസ്സലാമു അലൈക്കും. അടുത്തത് മസാ ഉൽ ഖൈർ. സബാഹുൽ ഖൈർ പോലെയുള്ള മറ്റൊരു വാക്കാണ് മസാ ഉൽ ഖൈർ. സബാഹുൽ ഖൈർ എന്നത് ഗുഡ് മോർണിംഗ്, മസാ ഉൽ ഖൈർ എന്താണ്? ഗുഡ് ഈവനിങ്. സബാഹുൽ ഖൈർ നമ്മൾ എപ്പോഴാണ് പറയുക? രാവിലെയാണ് പറയുക. എന്നാൽ മസാ ഉൽ ഖൈർ എപ്പോൾ പറയും? വൈകുന്നേരം. വൈകുന്നേരം ഒരാളെ കണ്ടുമുട്ടിയാൽ മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അടുത്തത് കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹൗ ആർ യു? ഇത്രയുമാണ് ഇവിടെയുള്ള സെൻറ്റൻസുകൾ.
ഇനി ഇവിടെ ഉള്ളത് വായിച്ചു നോക്കാം. എന്നിട്ട് ഇവയിൽ ഏതിനോടാണ് ഇവിടെയുള്ള വാക്കുകൾ ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. എപ്പോഴാണ് മസാ ഉന്നൂർ എന്ന് പറയുക? മസാ ഉൽ ഖൈർ എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലാണ് നമ്മൾ തിരിച്ച് മസാ ഉന്നൂർ എന്ന് പറയുക. അപ്പോൾ ഈ മസാ ഉന്നൂർ ഏതിനോടാ ചേരുന്നത്? മസാ ഉൽ ഖൈറിനോടാണ് ചേരുന്നത്. ഓക്കെ, ഈ രണ്ട് വാക്കുകളും പരസ്പരം ചേരുന്നുണ്ട്. ഇനി അടുത്ത വാക്ക് സൈൻ, അൽഹംദുലില്ലാ, സുഖം തന്നെ, ഐ ആം ഫൈൻ അല്ലേ? ഇത് ഏതിനോടാ ചേരുന്നത്? കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൈൻ അൽഹംദുലില്ലാ, ഇതിനോടാണ് ചേരുന്നത്. ഓക്കെ, ഇനി വ അലൈക്കുമുസ്സലാം, ഇതെപ്പോഴാ പറയുക? ആരെങ്കിലും നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വ അലൈക്കുമുസ്സലാം എന്ന് പറയും. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നതിനോടാണ് വ അലൈക്കുമുസ്സലാം ചേരുന്നത്. ഇനി ബാക്കിയുള്ളത് സ്വബാഹുൻ നൂറാണ്. നമ്മളോട് ആരെങ്കിലും സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാലാണ് നമ്മൾ തിരിച്ച് സ്വബാഹുൻ നൂർ എന്ന് പറയുക. അപ്പോൾ ചേരുന്നത് സ്വബാഹുൽ ഖൈർ. ഇനി ഈ രണ്ട് ഭാഗത്തുള്ള സെന്റൻസുകളും നമ്മളിവിടെ എഴുതണം. എങ്ങനെ എഴുതണം? പരസ്പരം ചേരുന്നവ നേരെ നേരെ എഴുതണം. ഉദാഹരണമായിട്ട് ആദ്യത്തേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സ്വബാഹുൽ ഖൈർ, അതിനോട് യോജിക്കുന്നത് ഏതായിരുന്നു? സ്വബാഹുൻ നൂർ ആയിരുന്നു. അതിവിടെ നേരെ എഴുതി. ഇനി ഇവിടെ എന്തെഴുതണം? രണ്ടാമത്തത് സ്വബാഹുൽ ഖൈറിന് ശേഷമുള്ളത് അസ്സലാമു അലൈക്കുമാണ് അല്ലേ? അപ്പോൾ ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് എഴുതുക. ഇനി അതിൻ്റെ നേരെ എന്തെഴുതും? അസ്സലാമു അലൈക്കുമായിട്ട് യോജിക്കുന്നത് എന്തായിരുന്നു? വ അലൈക്കും അസ്സലാം ആണല്ലേ? അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ നേരെ വ അലൈക്കും അസ്സലാം എന്ന് എഴുതുക. ഇനി അടുത്ത സെൻറ്റൻസ് മസാ ഉൽ ഖൈറാണ്. ഇവിടെ മസാ ഉൽ ഖൈർ എന്ന് എഴുതുക. മസാ ഉൽ ഖൈറിനോട് യോജിക്കുന്ന സെൻറ്റൻസ് ഇവിടെ നിന്നും ഏതായിരുന്നു എടുത്തത്? മേലെയുള്ള മസാ ഉന്നൂറാണ് അല്ലേ? അതുകൊണ്ട് മസാ ഉൽ ഖൈറിന് നേരെ മസാ ഉന്നൂർ എന്ന് എഴുതുക. പിന്നെ അവസാനം ബാക്കിയുള്ളത് കൈഫൽ ഹാൽ എന്നതാണ്. അതിവിടെ എഴുതുക. അതിനോട് യോജിക്കുന്നത് ഏതായിരുന്നു? സൈൻ അൽഹംദുലില്ലാ. അപ്പോൾ കൈഫൽ ഹാൽ എന്നിവിടെ എഴുതുക, സൈൻ അൽഹംദുലില്ലാ എന്ന് അതിൻ്റെ നേരെ എഴുതുക. ഇതോടെ ചേരുംപടി ചേർക്കൽ പൂർത്തിയായി. ഇനി നഖറഉ വനുക്മിലു, ഇവിടെ നമ്മൾ രണ്ട് വാക്കുകൾ പൂരിപ്പിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആരെയാ കാണുന്നത്? ഇത് ഒരു ഉറാബാണ്. ഉറാബ് എന്ന് പറഞ്ഞാൽ എന്താ? കാക്ക. ഇതൊരു കാക്കയാണ്. ഓക്കെ, ഇതൊരു ഫറാശത്താണ്. അപ്പോൾ ഈ കാക്കയും ഈ ഫറാശത്തും തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം കാക്ക പറയുകയാണ് ഫറാശത്തിനോട്. എന്താ പറയുന്നത്? സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫറാശത്ത് മറുപടി പറയുന്നു സ്വബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ്. മൻ അൻത, നീ ആരാണ്? നിന്നെ എനിക്കറിയില്ലല്ലോ, ആരാണ് നീ? അപ്പോൾ കാക്ക എന്ത് പറയും? ഞാനൊരു കാക്കയാണ് എന്ന് പറയണം അല്ലേ? അതിനെന്താ പറയുക? അന ഗുറാബുൻ, ഞാനൊരു കാക്കയാണ്. അന, ഞാൻ, ഗുറാബുൻ, ഒരു കാക്കയാണ്. അന ഗുറാബുൻ, ഞാനൊരു കാക്കയാണ്. എന്നിട്ട് കാക്ക തിരിച്ച് ഫറാശത്തിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഇല ഐന, എവിടേക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇല ഐന. അതേ ചോദ്യമാണ് കാക്ക ചോദിക്കുന്നത്. ഇല ഐന, എവിടേക്കാണ്? അപ്പോൾ ഫറാശത്ത് എന്താണ് ഉത്തരം പറയുക? പൂന്തോട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു. ഇലൽ ബുസ്താൻ, പൂന്തോട്ടത്തിലേക്ക്. ഇലൽ ബുസ്താനി, പൂന്തോട്ടത്തിലേക്ക് എന്ന് ഫറാശത്ത് മറുപടി പറഞ്ഞു. ഓക്കെ, അത് രണ്ടും ഇവിടെ എഴുതുക. ഇനി നമ്മുടെ 3 കൂട്ടുകാരും കൂടെ പറന്ന് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവർ പറന്നു പോകുമ്പോൾ ഫറാശത്ത് എന്തോ കണ്ടിട്ട് അജീബ് എന്ന് പറഞ്ഞു. വണ്ടർഫുൾ, അത്ഭുതം അല്ലേ? എന്താണ് ഇവർ കണ്ടത് എന്ന് നോക്കാം. എന്താ കണ്ടത്? ഇതാണ് കാണുന്നത്. ഇതെന്താണ്? ഇതൊരു കുളമാണ് അല്ലേ?
ഈ കുളമാണ് അവർ കണ്ടത്. നല്ല മനോഹരമായൊരു കുളം കണ്ടു. അപ്പോഴാണ് നമ്മുടെ ഫറാശത്ത് അജീബ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇവർ ആ കുളത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കുളത്തിൻ്റെ അടുത്ത് വന്നു. എന്നിട്ടോ ഇവർ പറയുകയാണ് ബിർക്ക. കുളത്തിൽ എന്താ പറയുക? ബിർക്കത്തുൻ. ബിർക്കത്തുൻ ജമീല, മനോഹരമായ കുളം. ബിർക്കത്ത് കുളം, ജമീലത്ത് മനോഹരമായ. ബിർക്കത്തുൻ ജമീല, മനോഹരമായ കുളം എന്ന് പറയുകയാണ് നമ്മുടെ ജറാദ്. അങ്ങനെ അവർ കുളത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കുളത്തിൽ ധാരാളം പേരെ കാണുന്നുണ്ട്. കുറേ കൂട്ടുകാർ ഇവിടെയുമുണ്ട്. ആരൊക്കെയാ കുളത്തിലുള്ളത്? നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കൊക്കുണ്ട് അല്ലേ, പിന്നെ ഒരു ആമയുണ്ട്, മീനുണ്ട്, തവളയുണ്ട്. ഇവരൊക്കെ കുളത്തിലുള്ള കൂട്ടുകാരാണ്. നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. എന്താണ് എഴുതിയത്? വായിച്ചു നോക്കൂ. ഫിൽ ബിർക്കത്തി സമക്കുൻ. എന്താണ് വായിക്കുക? ഫിൽ ബിർക്കത്തി സമക്കുൻ. കുളത്തിൽ ഒരു മീനുണ്ട്. ബിർക്കത്ത് കുളം. ഫിൽ ബിർക്കത്തി എന്ന് പറഞ്ഞാൽ എന്താ? കുളത്തിൽ. ഫിൽ ബിർക്കത്തി മീൻസ് കുളത്തിൽ. സമക്കുൻ, ഒരു മീനുണ്ട്. ഫിൽ ബിർക്കത്തി സമക്കുൻ, കുളത്തിലൊരു മീനുണ്ട്. മീനിനെ കാണുന്നില്ലേ? അതെ. ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കൂ. യസ്ബഹു സമക്കു ഫിൽമായി. മീൻ വെള്ളത്തിൽ നീന്തുന്നു. യസ്ബഹു എന്ന് പറഞ്ഞാൽ നീന്തുന്നു. അസമക്കു, മീന്. അപ്പോൾ യസ്ബഹു സമക്കു, മീൻ നീന്തുന്നു. ഫിൽമായി, വെള്ളത്തിൽ. ഇതാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. യസ്ബഹു സമക്കു ഫിൽമായി, മീന് വെള്ളത്തിൽ നീന്തുന്നു. ഓക്കെ. അടുത്ത സെന്റൻസ് ഇൻദൽ ബിർക്കത്തി ലഖലഖുൻ. ഇൻദൽ ബിർക്കത്തി, കുളത്തിൻ്റെ അടുക്കൽ, ലഖലഖുൻ, ഒരു കൊക്കുണ്ട്. ഇൻദ എന്ന് പറഞ്ഞാൽ അടുക്കൽ. ഇൻദൽ ബിർക്കത്തി, ബിർക്കത്തിൻ്റെ അടുക്കൽ, കുളത്തിൻ്റെ അടുക്കൽ, ലഖലഖുൻ, ഒരു കൊക്കുണ്ട്. ഓക്കെ. അടുത്ത സെന്റൻസ് യഖിഫുൽ ലഖലഖു അലസ്സഖറത്തി. കൊക്ക് പാറയുടെ മേലെ നിൽക്കുന്നു. യഖിഫു എന്നാൽ നിൽക്കുന്നു. അൽ ലഖലഖു, കൊക്ക്. കൊക്ക് നിൽക്കുന്നു. അലസ്സഖറത്തി, പാറയുടെ മേലെ. ഓക്കെ. അല എന്ന് പറഞ്ഞാൽ മേൽ. അലസ്സഖറത്തി, സൊഹ്റത്തിൻ്റെ മേൽ. സൊഹ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പാറ. പാറയുടെ മേൽ കൊക്ക് നിൽക്കുന്നു. ഇതാണ് സെന്റൻസ്. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? ഇവർ കുളത്തിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇവരെങ്ങോട്ടായിരുന്നു പോകുന്നത്? നേരത്തെ ഫറാശത്ത് ചോദിച്ചപ്പോൾ എന്താണ് കുരുവി പറഞ്ഞത്? പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നത്, ബുസ്താനിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഇവർ ബുസ്താനിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ എവിടെ എത്തി? ബുസ്താനിലെത്തി. അപ്പോൾ ഫറാശത്ത് പറയുന്നു, താൽ വരൂ, ഹുനാക്ക ബുസ്താൻ, അവിടെ ഒരു ബുസ്താനുണ്ട്, നമ്മുടെ ബുസ്താൻ ഇവിടെയുണ്ട് അല്ലേ എന്ന് ഫറാശത്ത് പറഞ്ഞു. തആൽ, വരൂ. തആൽ എന്ന് പറഞ്ഞാൽ വരൂ. ഹുനാക്ക, അവിടെ, ബുസ്താനുൻ, ഒരു ബുസ്താനുണ്ട്. ഇവിടെ ഒരു ബുസ്താനുണ്ട്, നമ്മുടെ ബുസ്താൻ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെ ഇവർ ആ ബുസ്താനിൽ ഇറങ്ങി. ബുസ്താനിൽ ഇറങ്ങിയപ്പോൾ എന്തിനെയൊക്കെ കാണുന്നത്? പല വർണ്ണത്തിലുള്ള പലതരത്തിലുള്ള പൂക്കൾ, ഭംഗിയുള്ള പൂക്കളും ചെടികളുമൊക്കെ അവിടെയുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബുസ്താനിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവയെ കൊണ്ടാണ് ഇവിടെ എഴുതിയത്. അഗ്റാസുൻ കസീറത്തുൻ. വായിച്ചു നോക്കൂ. അഗ്റാസുൻ കസീറത്തുൻ. അഗ്റാസ് എന്ന് പറഞ്ഞാൽ ചെടികൾ. കസീറത്തുനോ? ധാരാളം. അഗ്റാസുൻ കസീറത്തുൻ, ധാരാളം ചെടികൾ. പൂന്തോട്ടത്തിൽ ധാരാളം ചെടികളുണ്ട്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു കുറേ ചെടികളുടെ ഫോട്ടോ അല്ലേ? ചട്ടിയിലുള്ളതും മണ്ണിലുള്ളതും ഒക്കെ ഉണ്ട്. അഗ്റാസുൻ കസീറത്തുൻ, ധാരാളം ചെടികൾ. അതേപോലെ അടുത്തത് എന്താണ്? ഈ പനിനീർ പൂവാണ് അല്ലേ? അതിൻ്റെ നേരെ എഴുതിയിരിക്കുന്നത്
വർദുൻ അഹ്മറു, ചുവന്ന പനിനീർപ്പൂ. വർദുൻ എന്ന് പറഞ്ഞാൽ പനിനീർപ്പൂ, റോസാപ്പൂ അല്ലേ, റോസ്. എങ്ങനെയുള്ള റോസാപ്പൂവാണ്? അഹ്മറു, ചുവന്ന. അപ്പോൾ വർദുൻ അഹ്മർ, ചുവന്ന റോസാപ്പൂ. ഇനി അടുത്തതൊരു തൈയാണ്. തൈ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെടിക്കാണ് തൈ എന്ന് പറയുക. മുളച്ചു വന്ന ഉടനെയുള്ള ചെറിയ ചെടി. അതിന് അറബിയിൽ ഷത്ലത്തുൻ എന്നാണ് പറയുക. എന്താ പറയുക? ഷത്ലത്ത്, തൈ. ഷത്ലത്തുൻ സഗീറത്തുൻ, ചെറിയ തൈ. സഗീറത്തുൻ എന്ന് പറഞ്ഞാൽ ചെറിയ. ഷത്ലത്തുൻ സഗീറത്തുൻ, ചെറിയ തൈ. ഓക്കെ. ഇനി അങ്ങനെ പൂന്തോട്ടത്തിൽ നിന്നും അവർ വീണ്ടും പറന്നു പോവുകയാണ്. ഇപ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്നത്? അവരൊരു കാട്ടിലെത്തി. കുരുവി പറയുകയാണ്, ഷൂഫ്, നോക്കൂ, മല്ലറും ജമീലും, മനോഹരമായ കാഴ്ച. കാട്ടിലെത്തിയപ്പോൾ നല്ല സുന്ദരമായ കാഴ്ച കണ്ടു അല്ലേ? ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്കൂ, മല്ലറുൻ, കാഴ്ച. എങ്ങനെയുള്ള കാഴ്ചയാണ്? ജമീൽ, ബ്യൂട്ടിഫുൾ, മനോഹരമായ കാഴ്ച, ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറഞ്ഞു ആര്? നമ്മുടെ ഉസ്ഫുർ. എന്തൊക്കെയാണ് മനോഹരമായ കാഴ്ചയുള്ളത്? കാട്ടിൽ കുറേ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട് അല്ലേ? അപ്പോൾ ഇവർ കാട്ടിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുകയാണ്. എന്തൊക്കെയാണ് കണ്ടത്? ആദ്യം കണ്ടത് ഒരു മയിലിനെയാണ്. മയിൽ എന്താ ചെയ്യുന്നത്? മയിൽ ഡാൻസ് ചെയ്യുകയാണ്, നൃത്തം ചെയ്യുകയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യർക്കുസു ത്വാഉസു, മയിൽ നൃത്തം ചെയ്യുന്നു. യർക്കുസു എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു. അത്വാഉസു, മയിൽ. യർക്കുസു ത്വാഉസു, മയിൽ നൃത്തം ചെയ്യുന്നു. ഇനി രണ്ടാമത്തതോ? ഒരു ആന വെള്ളം കുടിക്കുന്നതാണ് കാണുന്നത് അല്ലേ? അതെങ്ങനെ പറയും? യശ്റബുൽ ഫീലു അൽമാ, ആന വെള്ളം കുടിക്കുന്നു. യശ്റബു, കുടിക്കുന്നു. അൽ ഫീലു, ആന. അൽമാ, വെള്ളം. യശ്റബുൽ ഫീലു അൽമാ, ആന വെള്ളം കുടിക്കുന്നു. ഇനി ഒരു കുരങ്ങൻ ഇവിടെ ഇരുന്നു കൊണ്ട് പഴം തിന്നുന്നുണ്ടല്ലേ? അതെങ്ങനെ പറയുമെന്ന് നോക്കാം. യഅ്കുലുൽ ഖിർദു അൽ മൗസ, കുരങ്ങൻ പഴം തിന്നുന്നു. യഅ്കുലു, തിന്നുന്നു. അൽ ഖിർദു, കുരങ്ങൻ. അൽ മൗസ, പഴം. യഅ്കുലുൽ ഖിർദു അൽ മൗസ, കുരങ്ങൻ പഴം തിന്നുന്നു. ഓക്കെ. ഈ 3 സെന്റൻസുകളും കുറേ പ്രാവശ്യം വായിച്ചു നോക്കണം. എന്നിട്ട് അടുത്ത പേജിൽ എന്താണുള്ളത് എന്ന് നോക്കാം. നുലാഹിളു വനക്തുബു, നമുക്ക് നിരീക്ഷിച്ചെഴുതാം. നമുക്ക് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് എഴുതാം. ചിത്രത്തിൽ കുറേ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ പേരുകളാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം തന്നെ കാണുന്നത് ആരെയാണ്? ഒരു മീനിനെയാണ് അല്ലേ? മീൻ എന്താണ് പറയുക? സമക്കുൻ. മീൻ എന്ത് പറയും? സമക്കുൻ എന്ന് പറയും. അത് നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതണം. സമക്കുൻ, ഇവിടെ സമക്കുൻ എന്ന് എഴുതുക. ഇനി ഇവിടെ ആരാണുള്ളത്? ഒരു കൊക്കാണല്ലേ? കൊക്കിന് നമ്മൾ പഠിച്ചു ലഖലഖുൻ. കൊക്കിന് എന്താ പറയുക? ലഖലഖുൻ. ഇവിടെ ലഖലഖുൻ എന്ന് എഴുതുക. ഇനി ഇവിടെ എന്തെഴുതും? ഇവിടെ ഈ പനിനീർ പൂവിൻ്റെ, ഈ റോസാപ്പൂവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. റോസാപ്പൂവിനെ നമ്മൾ പഠിച്ചത് വർദുൻ എന്നാണ് അല്ലേ? അപ്പോൾ വർദുൻ എന്നിവിടെ എഴുതുക. പിന്നെയോ മയിൽ. മയിലിന് എന്താണ് പഠിച്ചത്? ത്വാഉസുൻ. അതിവിടെ എഴുതുക. ഇത് നമ്മുടെ കുരങ്ങൻ. കുരങ്ങൻ എന്ത് പറയും? ഖിർദുൻ. ഇവിടെ എഴുതി. പിന്നെയോ ആന. ആനക്ക് എന്താ പറയുക? ഫീലുൻ. അതിവിടെ എഴുതി. ഇത്രയുമാണ് എഴുതേണ്ടത്. അങ്ങനെ ഈ 3 കൂട്ടുകാരും കൂടെ പറന്ന് പോവുകയാണ്. പറന്ന് പോകുമ്പോൾ അവരൊരു പാട്ട് പാടി. എന്താണ് പാട്ട് പാടുന്നത്? ആ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ഒഹിബുൽ വർദ വസ്സഹറ, ഒഹിബുൽ മൗസ വസ്സമറ, ഒഹിബുൽ ഖത്റ വൽ മതറ, ഒഹിബുൽ മാഅ വന്നഹറ, ഒഹിബുത് ത്വയ്റ വശ്ശജറ, ഒഹിബുൽ മൗജ വൽ ബഹറ, ഒഹിബുശ് ശംസ വൽ ഖമറ, ഒഹിബുൻ നൂറ വൽ ഫജ്റ. ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണ് ഇവർ പോകുന്നത്.
എന്താണ് ഒഹിബു എന്ന് പറഞ്ഞാൽ? ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ വർദ, എന്തിനെ? പനിനീർ പൂവിനെ, റോസാപ്പൂവിനെ. വസ്സഹ്റ, പൂക്കളെയും മറ്റുള്ള പൂക്കളെയും, അല്ലേ? പൂക്കളെയും പനിനീർ പൂവിനെയും എനിക്കിഷ്ടമാണ്. അതേപോലെ ഒഹിബുൽ മൗസ, എനിക്ക് പഴം ഇഷ്ടമാണ്. വസമറ, പഴം. മൗസു മീൻസ് ബനാന, വാഴപ്പഴം, അല്ലേ? എനിക്ക് വാഴപ്പഴവും മറ്റു പഴങ്ങളും ഇഷ്ടമാണ്. സമറ മീൻസ് പഴങ്ങൾ. എല്ലാ പഴങ്ങൾക്കും സമറ എന്ന് പറയും. പഴങ്ങളും വാഴപ്പഴവും എനിക്ക് ഇഷ്ടമാണ്. ഒഹിബുൽ ഖത്തറ വൽ മത്തറ, എനിക്ക് മഴയെയും മഴത്തുള്ളിയെയും ഇഷ്ടമാണ്. ഖത്തറ എന്ന് പറഞ്ഞാൽ തുള്ളി, വെള്ളത്തിൻ്റെ തുള്ളി, മഴത്തുള്ളി. എനിക്ക് ഖത്തറിനെയും മഴത്തുള്ളിയെയും മഴയെയും ഇഷ്ടമാണ്. ഒഹിബുൽ മാ വൻ നെഹ്റ, എനിക്ക് പുഴയെയും വെള്ളത്തെയും ഇഷ്ടമാണ്. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ മാ, വെള്ളത്തെ. വൻ നെഹ്റ, പുഴയെയും. വെള്ളത്തെയും പുഴയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒഹിബു ത്വയ്റ, ത്വയ്ർ എന്നാൽ പക്ഷികൾ. എനിക്ക് പക്ഷികളെ ഇഷ്ടമാണ്. വശജറ, മരത്തെയും ഇഷ്ടമാണ്. ഒഹിബു ത്വയ്റ വശജറ, ഞാൻ പക്ഷികളെയും മരത്തിനെയും ഇഷ്ടപ്പെടുന്നു. ഒഹിബുൽ മൗജ വൽ ബഹ്റ, ഞാൻ തിരമാലയെയും കടലിനെയും ഇഷ്ടപ്പെടുന്നു. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ മൗജ, തിരമാലയെ. തിരമാലനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കടലിൽ പോയാൽ തിരമാല അടിച്ചു വരുന്നത് കാണാം, അല്ലേ? ആ തിരമാലയെ എനിക്കിഷ്ടമാണ്. വൽ ബഹ്റ, പിന്നെയോ കടലിനെയും എനിക്കിഷ്ടമാണ്. കടലിന് ഇഷ്ടമല്ലേ? അതെ. ഒഹിബു ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും എനിക്കിഷ്ടമാണ്. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അശംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. ഒഹിബുന്നൂറ വൽ ഫജ്റ, പ്രഭാതത്തെയും പ്രകാശത്തെയും എനിക്കിഷ്ടമാണ്. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അന്നൂറ, പ്രകാശത്തെ. വൽ ഫജ്റ, പ്രഭാതത്തെ. പ്രകാശത്തെയും പ്രഭാതത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് പ്രഭാതം എന്ന് പറഞ്ഞാൽ? രാവിലെ, അല്ലേ? ഇതാണ് കവിത. ഈ കവിത നന്നായി ചൊല്ലി നോക്കുക. അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചൊല്ലാൻ. ഇനി നഖറവ്, നമുക്ക് വായിക്കാം. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. സഖറുൻ, ബസലുൻ, ഖഫസുൻ, ഗവ്വാസുൻ, ലൈഫുൻ, ഒളുവുൻ, മരീലുൻ, അർലുൻ, അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാണ് ഈ വാക്കുകളിലുള്ളത്? സ്വാദും ലാദും എല്ലാ വാക്കുകളിലും കാണാം, അല്ലേ? സ്വാദിത, ലാദിത. ഈ സ്വാദും ലാദും എങ്ങനെ എഴുതും എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതേണ്ടത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇതാണ് സ്വാദ്. മേലൊരു കുത്തിട്ടാൽ ലാദായി. ഇനി മറ്റൊരക്ഷരത്തിൻ്റെ കൂടെ കൂട്ടി എഴുതുകയാണെങ്കിലോ, ഇവിടെ മുമ്പിലുള്ള അക്ഷരത്തിൻ്റെ വാല് ഇങ്ങനെ വരിക. എന്നിട്ട് ലാദ് ഇവിടുന്ന് തുടങ്ങണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ മേലോട്ട് വന്നിട്ട് ഇങ്ങനെ. ഇനി ഇവിടെയാണെങ്കിലോ, ഇങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിലോ, അവസാനത്തെ അക്ഷരമായിട്ടാണ് സ്വാദോ ലാദോ വരുന്നത് എങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മേലോട്ട് വരിക, ഇങ്ങനെ താഴോട്ട് പോവുക, ഇങ്ങനെ. ഓക്കെ. ഇനി ഇത് ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇതാണ് സ്വാദ് അല്ലെങ്കിൽ ലാദ്. ഓക്കെ. ഇനി ഇവിടെ നസ്ലുൽ ഹുറൂഫ, ഹർഫുകളെ നമുക്ക് ചേർത്തെഴുതാം. അ, ബ്, യ, ല്, അത് ചേർത്തെഴുതണം. എങ്ങനെ ചേർത്തതും? അബിയലു, ഇതേപോലെയാണ് ചേർത്തെഴുതേണ്ടത്. അടുത്തത് ഹുസ്നുൻ, അതിവിടെ ഹുസ്നുൻ എന്ന് ചേർത്തെഴുതുക. പിന്നെ സ്വദറുൻ, സ്വദറുൻ. പിന്നെയോ സൂസുൻ, ഇവിടെയും സൂസുൻ. ഓക്കെ, ഇങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത്. ഇതേ രൂപത്തിൽ നോട്ട്ബുക്കിൽ ചേർത്ത് എഴുതി നോക്കുക. നമ്മുടെ കൂട്ടുകാരിവിടെ ഒരു ബാനർ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ബാനർ. ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അൽ അർലു ജമീലത്തുൻ, ഭൂമി ഭംഗിയുള്ളതാണ്. അൽ അർലു, ഭൂമി, ജമീലത്തുൻ, ഭംഗിയുള്ളതാണ്. അതേപോലെ അത്വബീഅതു ലിൽ ജമീഇ, പ്രകൃതി എല്ലാവർക്കുമുള്ളതാണ്. അത്വബീഅതു മീൻസ് പ്രകൃതി, ലിൽ ജമീഇ എല്ലാവർക്കുമുള്ളതാണ്.
ഇങ്ങനെയൊരു ബാനർ ഇവിടെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതാണോ? അല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാവർക്കും കൂടിയുള്ളതാണ് ഭൂമി. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. നമ്മൾ ആ ജീവികളെയൊന്നും ദ്രോഹിക്കാൻ പാടില്ല. എല്ലാവർക്കും ഇവിടെ താമസിക്കാൻ അവകാശമുണ്ട്. ഇനി അവസാനത്തെ പേജിൽ നമ്മുടെ പാഠഭാഗത്ത് വന്ന വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തത് കാണാം. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതോടെ ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു. ഇനി രണ്ടാമത്തെ യൂണിറ്റ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.